ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. 3 ദിവസം പട്ടിണി കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതിൽ തെളിവുണ്ടോ? സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിവുണ്ട്. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തെളിവ്. എന്താണ് തെളിവ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തെളിവ്. അതൊന്നും എനിക്കറിയാൻ മേല. എന്താണ്? 3 ദിവസം പട്ടിണി കിട്ടുമെന്ന് തെളിയിക്കാവുന്ന രീതിയിൽ ഒന്നവിടെയല്ല. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 3 ദിവസമായി അവന്റെ ആമാശയത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ. എന്താണ്? ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു. നിങ്ങൾ പറഞ്ഞ മരുന്ന് വായിച്ചു. ഞാൻ അയച്ചു തരാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയറി പിടിക്കുവാണോ? നിങ്ങൾ കഴിയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയറി പിടിക്കുവാണോ? എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? അഫ്സൽ അവിടെ SFIക്ക് ഒരു പങ്കുമില്ല എന്ന് പറയും. അഫ്സൽ SFIക്ക് ഒരു പങ്കുമില്ല എന്ന് പറയും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സത്യം പറയണം. നിങ്ങൾക്ക് വട്ടുണ്ടോ? 3 നേരം ഭക്ഷണം കൊടുക്കാതിട്ട് കൊന്നതിനെ പറ്റി പറയുമ്പോഴേക്കും ഭക്ഷണം കൊടുക്കാത്തതിൽ പിടിച്ച ആള് കയറും അല്ലേ? എന്താണത് കാരണം? എന്താണത് കാരണമെന്നേ? ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ദിവസവും അല്ല, അഫ്സൽ പറഞ്ഞു കൊടുത്തേ. ഇന്നത്തെ ദിവസം യുവമാരുടെ ധാർഷ്ട്യം. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. ഇവിടെ അഫ്സലിന് സംസാരിക്കാൻ അവസരമുണ്ട്. അഫ്സൽ പറയൂ. നിങ്ങൾ കോൺഗ്രസിന് അക്ഷരമാണ്. ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിട്ട് ഇവന്റെയൊക്കെ കൊണവധികാരം കേട്ടോണ്ടിരിക്കണോ കാശ്മീർ? നമ്മള് മിണ്ടരുത്. ഇനി ഒരു അക്ഷരം മിണ്ടി രണ്ടിനടിച്ച് വാരിലേ പൊട്ടിക്കുന്നു. ഇറങ്ങി പോടാ. കോൺഗ്രസിന്റെ അച്ചാറൊക്കെ കൈ വെക്കുക കേട്ടോ അഫ്സലെ. ഞാൻ ഈ ചർച്ചയില്ല. നിങ്ങളൊന്ന് നേരത്തെ ഉണ്ടാക്കി കോൺഗ്രസിന്റെ അച്ചാറൊക്കെ കൈ വെക്കുക. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങി വർത്താനൊക്കെ കൈ വെക്കും. നിങ്ങളുടെ സംഘടനാ നേതൃത്വം ഒരു 22-കാരനെ തല്ലിക്കുന്ന കഥ പറ. നിങ്ങൾ ഇറങ്ങി പോകും. കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഇയാള് ചർച്ചക്കില്ലെങ്കിൽ ചർച്ച നടക്കില്ലേ? എന്ത് ചർച്ചയാ? ഒരു ചെറുപ്പക്കാരനെ തല്ലി കൊന്നിട്ട് ഞാൻ ചർച്ചക്കില്ല പോലും. ഇയാളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആർക്കാ നിർബന്ധം? ഇറങ്ങി പോണം. ഹേ, ഗെറ്റ് ഔട്ട് ഹൗസ്. കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഞാൻ ചർച്ചക്കില്ല. ഇറങ്ങി പോണം. ഈ മാതിരി ഉളുപ്പില്ല ന്യായീകരണം പറയാതിരിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ? ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ എന്താ ഉറക്കം വരുന്നു? ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയതിനു ശേഷം 18-ാം തീയതി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ എല്ലാം കൂടി ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക. ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ അപമര്യാദയിൽ പെരുമാറിയെന്ന് പറഞ്ഞിട്ടാ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ. അവധി ദിവസം ഞായറാഴ്ച കോളേജുകാരൻ പരാതി വാങ്ങിക്കുന്നു. ആ ചെറുപ്പക്കാരൻ മരിച്ച് മണ്ണോടടിഞ്ഞ ദിവസം ആ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ അധ്യാപിക അടിയിൽ ഒപ്പിടുന്നു. ഇവൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? 18-ാം തീയതി മരിച്ചു. 19-ാം തീയതി സംസ്കാരമൊക്കെ കഴിയുന്നതിലേക്കാണ് പരാതി. ആ കള്ളപ്പരാതി മുന്നോട്ട് പോകുന്നു. 26-ാം തീയതി ഒരു അധ്യാപിക ഒപ്പിടാണ് കീഴെ. ഇന്ന് ആരെയാടോ കണി കണ്ടത്? തന്നെയാണല്ലേ? ആയിരിക്കില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ താൻ കണ്ണാടി നോക്കി കാണും. ഇന്ത്യയൊക്കെ ഷോ കണ്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല. കുറെ നേരമായിട്ട് പറയാണല്ലോ. ചർച്ചയ്ക്ക് അങ്ങനെ ചർച്ചയ്ക്കില്ല. മരിച്ച ഇല്ലാത്ത അപഖ്യാതി എവന്റെയൊക്കെ സ്ഥിര ഏർപ്പാടുണ്ടല്ലോ. കുമാരവിള സഖാവിന്റെ പഴയ ഏർപ്പാട്. പണ്ടൊക്കെ പറയും മറ്റ് പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ടായിരുന്നു ഉമ്മാരി പരാതിയുമായിട്ട് വരുന്നത്. ഇന്നൊരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി അതിനുശേഷം ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ ഇരിക്കുമ്പോ ഇവരൊക്കെ ആദ്യം പറഞ്ഞെന്താ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവരൊക്കെ പോയത് ജയിക്കുന്നേ. 20-20 ഇവരൊക്കെ ജയിക്കുക. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. അല്ലെങ്കിൽ ഈ രാജ്യം ഇവനൊക്കെ ഭരിക്കുക. എന്നാലെങ്കിൽ ഈ അക്രമം നിർത്തുവോ? ഈ ക്യാമ്പസുകൾക്കകത്ത് കാണിക്കുന്ന ഈ തെണ്ടിത്തരങ്ങൾ നിർത്തുവോ? എന്നിട്ട് വൈകുന്നേരം വന്നിരുന്നിട്ട് ഇവൻ എന്തായി ചോദിക്കുന്നത്? SFIയുടെ പ്രതിനിധി. ഞാൻ എന്റെ ജീവിതത്തിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളല്ല. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.